നമസ്കാരം. ഉച്ചവരെ ആരംഭിക്കുന്നു ആദ്യം പ്രധാന വാർത്തകൾ. മെമ്മറി കാർഡിൽ അട്ടിമറി നടന്നെന്ന അതിജീവിത, കോടതിയിലും സ്വകാര്യത സംരക്ഷിക്കപ്പെട്ടില്ല. നടപടി ഞെട്ടിക്കുന്നതും അന്യായവുമെന്ന വിമർശനം. നീതി കിട്ടും വരെ പോരാട്ടം തുടരുമെന്നും അതിജീവിത. തൃശൂർ നഗരി പൂരാവേശത്തിലേക്ക്. തിരുവമ്പാടിയിലും പാറമേക്കാവിലും പൂരം കൊടിയേറി. പൂരത്തിനെഴുന്നള്ളിക്കുന്ന ആനകളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ കാര്യത്തിൽ തീരുമാനം 17-ന്. കേരള സ്റ്റോറി പ്രദർശിപ്പിക്കുന്നത് താമരശ്ശേരി രൂപത ഉപേക്ഷിച്ചേക്കും. പ്രദർശനത്തിൽ അന്തിമ തീരുമാനം വൈകിട്ട്. KCYM നീക്കം 12 കേന്ദ്രങ്ങളിൽ പ്രദർശിപ്പിക്കാൻ. മഞ്ഞുമൽ ബോയ്സ് നിർമ്മാതാക്കളുടെ അക്കൗണ്ട് മരവിപ്പിക്കാൻ ഹൈക്കോടതി ഉത്തരവ്. 7 കോടി മുടക്കിയെങ്കിലും ലാഭവിഹിതം നൽകിയില്ലെന്ന പരാതി. ജസ്ന ജീവിച്ചിരിപ്പില്ലെന്ന പിതാവ് ജെയിംസ്. തിരോധാനത്തിലെ ചുരുളുകൾ മുണ്ടക്കയം ഭാഗത്തു തന്നെ. കണ്ടെത്തൽ CBI സംഘത്തിന് സമാന്തരമായി നടത്തിയ അന്വേഷണത്തിൽ. എൻ്റെ മകളെ അന്വേഷണത്തിൽ ഞങ്ങൾ ഒരു ടീം പറയുന്നുണ്ട് എപ്പോഴും. ആ അന്വേഷണത്തിൽ നമുക്ക് അവരെത്തപ്പെടാത്ത ചില കാര്യങ്ങൾ നമുക്ക് ബോധ്യപ്പെട്ടു. കൂടുതൽ വെളിപ്പെടുത്തലുകൾ 19-ന് നടത്തുമെന്നും ജെയിംസ്. ഇടുക്കി വട്ടക്കണ്ണിപ്പാറയിൽ വാഹനാപകടത്തിൽ 2 മരണം. മരിച്ചത് 10 വയസ്സുകാരിയും 35-കാരിയും. അപകടത്തിൽപ്പെട്ടത് തമിഴ്നാട്ടിൽ നിന്നുള്ള വിനോദസഞ്ചാരികളുടെ വാഹനം. വിശദാംശങ്ങളിലേക്ക്. നടിയെ ആക്രമിച്ച കേസിലെ മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിക്കപ്പെട്ടുവെന്ന ജില്ലാ ജഡ്ജിയുടെ വസ്തുതാ അന്വേഷണ റിപ്പോർട്ടിൽ പ്രതികരണവുമായി അതിജീവിത. ഇത് അനീതിയും ഞെട്ടിക്കുന്നതുമാണെന്നും താനെന്ന വ്യക്തിക്ക് രാജ്യത്തെ ഭരണഘടന അനുവദിച്ചിട്ടുള്ള സ്വകാര്യത എന്ന